ഈ വിമാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദൃശ്യ വിമാനങ്ങൾ എന്ന് വേണേൽ പറയാം. കാരണം ഒരു സംവിധാനത്തിനും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്ക് വലിയ സ്പീഡും അല്ലെങ്കിൽ ആ പ്രതിരോധ സംവിധാനങ്ങളെ സാറ്റലൈറ്റ് സംവിധാനങ്ങളെ വരെ മറികടക്കാനും അല്ലെങ്കിൽ മറച്ചു പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കൺവെട്ടിച്ച് പോകാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കാണ് അവർ പറയുന്നത്. അതായത് ഈ വിമാനത്തിനെ ഇപ്പം നിലവിൽ ലോകത്തുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാണുവാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടെ അവർ ഈ ഇപ്പം അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ റഷ്യയുടെ കാര്യം പറഞ്ഞത്, റഷ്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രോൺ ആക്രമണം, അല്ലെങ്കിൽ ഈ ഇസ്രയേലിനകത്തും ഡ്രോണാണ് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്. അപ്പൊ തന്നെ ഹൂത്തികൾ ഇപ്പൊ ഏറ്റവും വലിയ ഒരു മിസൈൽ സംവിധാനം ഡെവലപ്പ് എടുത്തുന്നു. അപ്പം ലോകത്ത് എപ്പോഴും യുദ്ധത്തിനകത്ത് പ്രതിരോധ സംവിധാനത്തിനെ മറികടക്കുന്നതിന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഡ്രോണുകളെ കൈകാര്യം ചെയ്യുന്നതിന് S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും പറ്റത്തില്ല. ഡ്രോണിന് വലിയ വിലക്കുറവും ഈ ഉപയോഗിക്കേണ്ട പ്രതിരോധ സംവിധാനം ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് സ്വിച്ചിങ് അല്ലെ ബാറ്ററി ഉപയോഗിച്ച് കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവുമാകുന്നു. അപ്പൊ അതൊരു വലിയ ഇതിലേക്ക് വരുന്നു. അപ്പം കുറഞ്ഞ ചെലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനകത്ത് ഇപ്പം രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഡ്രോണുകളെ ഡിറ്റക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടെത്തുന്നു, ജാം ചെയ്യുന്നു, നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതിരോധ സംവിധാനം D4 വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ലോകം എല്ലാം ആവശ്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.